ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പിളിന്റെ എയർപോഡ്സിന് സമാനമായിട്ടുള്ളൊരു എയർപോഡ്സ് ആണ്. ഇതിനു മുന്നേ പല കമ്പനിയുടെയും പലതരത്തിലുള്ള എയർപോഡ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു എയർപോഡ്സ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. കാരണം ഈ എയർപോഡ്സിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സാധാരണ ആപ്പിൾ വാച്ചുകൾ പോലെയുള്ള വാച്ചുകളിലൊക്കെ കാണുന്ന അതേ സൈസുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ള ഒരു എയർപോഡ്സ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ്സിന്റെ ബോക്സ് വരുന്നത്. ഫാന്റസി 2020 WTS എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാന്റസി 2020 TWSന്റെ ബോക്സ് വരുന്നത്. മുകളിലായിട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഒരു പിക്ചർ കാണാം. ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ ഈ പ്രൊഡക്റ്റ് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിൻവശത്തായി നോക്കുകയാണെങ്കിൽ ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷന് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിട്ട് തന്നെ നമ്മുടെ ഈ ഫാന്റസി എയർപോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എയർപോഡ്സ് വരുന്നത്. അപ്പോൾ എയർപോഡ്സ് മാറ്റി വെച്ച് ഈ ബോക്സിൽ മറ്റെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഈ ഒരു പാർട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെയായിട്ട് നമുക്കൊരു മൈക്രോ USB ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഒരു യൂസർ മാനുവൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചൈനീസും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ലഭിക്കും. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ലഭിച്ച എയർപോഡ്സ് വരുന്നത്. കാഴ്ചയിൽ നമ്മുടെ ആപ്പിൾ എയർപോഡ്സിന് സമാന വലിപ്പവും രൂപത ആദർശവും ഒക്കെ ഉള്ള ഒരു എയർപോഡ്സ് ആണെങ്കിലും ഇതിൽ ഏറ്റവും വ്യത്യാസമായിട്ട് കാണുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ സൈസ് തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനൊക്കെ നോക്കാം. പിൻവശത്തായിട്ട് ഒരു സിംഗിൾ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴ്വശത്തായിട്ട് നമുക്ക് മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ആപ്പിളിന്റെ ഒക്കെ എയർപോഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിളിന്റെ തന്നെ ലൈറ്റ്നിങ് പോർട്ടാണ് കൊടുക്കാറ്. ഇതിൽ വ്യത്യസ്തമായിക്കൊണ്ട് മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എയർപോഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ള 2 ബഡ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബഡ്സിന്റെ സെൻട്രലായിട്ട് നമുക്ക് 2 ലൈനുകൾ കാണാം ഗ്രേ നിറത്തിൽ. അതുപോലെ തന്നെ പിൻവശത്തെ ഈ ഒരു ടച്ച് ചെയ്യുന്ന പാർട്ടിലായിട്ട് നമുക്കൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ സൈസിലും കാര്യത്തിലൊക്കെ നമുക്ക് ആപ്പിൾ എയർപോഡ്സിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ബഡ്സും അതുപോലെ എയർപോഡ്സും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫാന്റസി 2020യുടെ പ്രത്യേകതയിലേക്ക് കിടക്കാം. ഇതിലായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഏതൊക്കെ എയർപോഡ്സ് ആണ് ബോക്സിലുള്ളത്, അതിൽ എത്രത്തോളം ചാർജ് ഉണ്ട്, കൂടാതെ ബോക്സിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കൂടെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഡോറ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എയർപോഡ്സിലേക്ക് ചാർജ് കയറുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സാധാരണ നമ്മുടെ ഐഫോണിൽ കാണിക്കുന്ന എല്ലാ സെറ്റിംഗ്സും എയർപോഡ്സിന്റെ ബാറ്ററി ലെവലുകളൊക്കെ നമുക്ക് ഈ ഒരു എയർപോഡ്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോഡ്സിന്റെ പോലെ തന്നെ 4 മണിക്കൂറാണ് നമുക്ക് ഒരു സിംഗിൾ ബഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതിലായിട്ട് നമുക്ക് മാക്സിമം ഒരു 24 hours വരെ ഉപയോഗിക്കാനുള്ള ചാർജിങ് ബാക്കപ്പ് ഇതിന്റെ ബോക്സിലായിട്ട് കൊടുക്കുന്നുണ്ട്. എയർപോഡ്സിലായിട്ട് 3 തരത്തിലുള്ള ടച്ചിങ് മെത്തേഡുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ, പോസ് എന്നീ ഓപ്ഷനുകളാണ് ഇടതുവശത്തെയും വലതുവശത്തെയും എയർപോഡ്സുകൾ ലഭിക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ എയർപോഡ്സ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവുകയും ഇടതുവശത്തെ എയർപോഡ്സ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് വീഡിയോയിലേക്ക് വരികയും ചെയ്യും. കൂടാതെ ട്രിപ്പിൾ പ്രസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആപ്പിളിൽ സിരി ഓപ്ഷന് ഓണായി വരികയും ചെയ്യും. ഏതായാലും നമുക്ക് ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് സെപ്പറേറ്റ് മൈക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളിങ്ങിനായിട്ട് നമുക്ക് ഏത് എയർപോഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ എയർപോഡ്സിലേക്ക് മൈക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 എയർപോഡ്സ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടാണുള്ളത്. ഇതിൽ നിന്നുള്ള മൈക്ക് ക്വാളിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിളിന്റെ ഈ എയർപോഡ്സ് കോപ്പിയായ ഫാന്റസി 2020 WTSൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ടാണ്. കോളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുമെന്ന് ഈ സൗണ്ട് ക്വാളിറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രത്തോളം ആയിരിക്കും ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിട്ട് വരിക. പിന്നെ ഇതിലായിട്ട് പറയേണ്ടത് ആപ്പിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സെൻസറുകളൊന്നും ഈ എയർപോഡ്സിലായിട്ട് കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ട് ആവുക, അതുപോലെ തന്നെ ചെവിയിലേക്ക് വെക്കുന്ന സമയം നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ആവുക എന്നുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരമായി നമ്മൾ ഈ ബോക്സിലേക്ക് എയർപോഡ്സ് വെക്കുന്ന സമയം മാത്രമാണ് നമുക്ക് ഇതിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് കട്ടായിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ കേൾക്കുവാൻ സാധിക്കുക.
എങ്കിലും അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ട് പുതുമയാർന്നൊരു മെത്തേഡോട് കൂടിയാണ് ഫാന്റസി 2020 എന്നുള്ള ഈ എയർപോഡ്സ് വന്നിട്ടുള്ളത്. കൂടാതെ ഇതിലായിട്ട് 2 തരത്തിലുള്ള ചാർജിങ് മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വയർഡ് ചാർജിങ് ആണ്, പിന്നെ വയർലെസ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. വയർഡ് ചാർജിങ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് കൊടുക്കുമ്പോഴും ഇതിലെ ഡിസ്പ്ലേയിൽ നമുക്ക് ചാർജിങ് ഏത് വഴിയാണ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. വയർലെസ് ചാർജിങ് എടുക്കുമ്പോൾ നമുക്ക് ഇതിലായിട്ട് വയർലെസ് ചാർജിങ്ങിന്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കാണാൻ സാധിക്കുക. ഏതായാലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫ്ലൈൻ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്